5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം 33 കോടി ദൈവങ്ങളുണ്ട്. മാത്രമല്ല, ഇപ്പോൾ 33 കോടി എന്ന് പറഞ്ഞാൽ അന്ന് പോപ്പുലേഷൻ കുറവായിരുന്ന കാലത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടത്. ഇപ്പോഴാണെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു 100 കോടി ദൈവങ്ങളുണ്ടെന്ന് പറയാം. മാത്രമല്ല, മനുഷ്യർക്ക് ഇട്ടിരിക്കുന്ന പേരുകൾ ഗണപതി, അയ്യപ്പൻ, മുരുകൻ, ഇങ്ങനെ പാർവതി, ലക്ഷ്മി, സരസ്വതി, ജാനകി, സീത, രാമൻ, ഇങ്ങനെ ദൈവങ്ങളുടെയും പ്രതിപുരുഷന്മാരുടെയും മഹാപുരുഷന്മാരുടെയും പേരുകൾ തന്നെയാണ് മഹാഭൂരിപക്ഷ ഹിന്ദുക്കൾക്കുണ്ട്. വേലായുധൻ, ശ്രീകൃഷ്ണൻ, കൃഷ്ണൻ, ഇങ്ങനെ ഒരുപാട് പേരിട്ടിട്ടുണ്ട്. ദൈവങ്ങളുടെ പേര് ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ ഒരു സിനിമയ്ക്ക് ഒരു ജാനകി എന്ന പേര്, നേരിട്ടുള്ള പേര് പോലല്ല, സീത എന്ന പേര്, സീതയ്ക്ക് ഒരു പര്യായ പദമാണ് ജാനകി, സീത എന്ന് പോലുമല്ല, ഒരു പര്യായ പദമുള്ള ഒരു പേരിട്ടു എന്ന് പറഞ്ഞിട്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സിനിമയെ പിടിച്ചു വച്ചിരിക്കുന്നു സെൻസർ ബോർഡ്. ഇതേ സെൻസർ ബോർഡാണ് എമ്പുരാന് ക്ലിയറൻസ് കൊടുത്തത്. അത് വലിയ വിവാദങ്ങളായപ്പോൾ അവസാനം എമ്പുരാൻ്റെ ക്ലിയറൻസ് മാറ്റി, ചില കട്ടിങ് ഒക്കെ വന്നു. അതിനു മുമ്പ് പല നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമ വന്നു. അത് അതിനകത്ത് വലിയ വയലൻസ് ആണെന്ന് പറഞ്ഞിട്ട് ആ സിനിമയ്ക്ക് എന്തിന് സെൻസർ ബോർഡ് അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞ് വലിയ വാർത്ത നടന്നു. അതെല്ലാം നടക്കുന്നതിനിടയിൽ അപ്പോൾ സെൻസർ ബോർഡ് ഒന്നുകിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം, ഇതാണ് അവർക്കുള്ളത്. ഒരു മിഡ് പാത്തില്ല. ഈ ജാനകി എന്ന് പറയുന്ന വേറൊരു സിനിമയ്ക്ക് ഇതുപോലെ ജാനകി എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ പേരുണ്ടെന്നുകൊണ്ട് സിനിമയ്ക്ക് പേര് കൊടുക്കില്ല, സെൻസർഷിപ്പ് കൊടുക്കില്ല, അല്ലെങ്കിൽ സെൻസർ ബോർഡ് അനുവാദം കൊടുക്കത്തില്ല. അപ്പോൾ ഇവിടുത്തെ സെൻസർ ബോർഡ് ഇപ്പോൾ അനുവാദം കൊടുക്കാതെ ബോംബെയിലേക്ക് അയച്ചിരിക്കുകയാണ്. 14 ഈ മാസം 27-ാം തീയതി സിനിമ ഇറങ്ങേണ്ടതാണ്. 27 എന്ന് പറഞ്ഞാൽ ഇന്ന് നാളെ ഇറങ്ങേണ്ടതാണ് സിനിമ. പക്ഷേ ആ സിനിമ സുരേഷ് ഗോപിയുടെ സിനിമയാണ്. ആ സിനിമ ഉണ്ടായ ഒരു കഥയിൽ നിന്നുള്ള ഒരു ത്രെഡാണത്. അതൊരു വക്കീലായിട്ടൊക്കെ വരുന്നു. ആ കേസാണ്. അപ്പോൾ നടന്നൊരു സംഭവത്തിൻ്റെ ഒരു ത്രെഡ് എടുത്തുകൊണ്ടുള്ളൊരു കേസാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ നമുക്ക് എന്തെല്ലാം ഇരുന്നു. ഇപ്പം അവഹേളിച്ചുകൊണ്ട് തന്നെ, കഥാപാത്രങ്ങളെ അവഹേളിച്ചുകൊണ്ട് തന്നെ പേരുകളിൽ സിനിമ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അവഹേളിക്കുന്നില്ലല്ലോ. ഈ സിനിമ ഒരു സംഭവത്തെ ബേസ് ചെയ്തൊരു കേസല്ലേ പറയുന്നത്. അതിൽ കഥാപാത്രത്തിന് ജാനകി എന്ന പേരിട്ട് പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് സീതയാണ്, അല്ലെങ്കിൽ സീതയുടെ പര്യായ പദമാണ് എന്നൊക്കെ പറയുന്നത് ഒന്നിട്ട് കടന്നുപോയി. സീത എന്ന പേരല്ലല്ലോ ഇട്ടത്. എന്നാൽ സീത എന്ന പേരിൽ തന്നെ പല കഥാപാത്രങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്, നെഗറ്റീവ് ക്യാരക്ടറൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ എതിർപ്പ് വന്നത് സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തുനിന്നോ RSSൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും അല്ല. അതാണ് തമാശ. എതിർപ്പ് വന്നിരിക്കുന്നത് സെൻസർ ബോർഡ് തന്നെ ഒരു എതിർപ്പ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ സെൻസർ ബോർഡ് ഒരു താലിബാനിസം കാണിക്കുന്നതെന്നാണ് ഇതിൻ്റെ സംവിധായകരൊക്കെ പറയുന്നത്. എന്താണ് ഈ സെൻസർ ബോർഡ് ചെയ്യുന്നത്? കാരണം നിങ്ങൾ ഒന്നുകിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ ഇതിനകത്ത് ഇനി ഒരു സിനിമ പൂർത്തിയായതിനു ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ ഒരു നോട്ട് ഇറക്കണം, ജാനകി അല്ലെങ്കിൽ ഇങ്ങനത്തെ പേരുകളൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രോട്ടോകോൾ ഇറക്കണം. അപ്പോൾ എല്ലാ സംവിധായകർക്കും അത് കൊടുക്കണം, നിർമ്മാതാക്കൾക്ക് കൊടുക്കണം. അപ്പോൾ അവർ ആ പേരിടത്തില്ല. ഇത് സിനിമ ഇറങ്ങി സിനിമയെ പ്രിവ്യൂവിൽ വന്ന് റിലീസ് ചെയ്യാൻ ഒരു ദിവസം ഉള്ളപ്പോൾ വരെ അവർക്കിത് കൊടുക്കാതിരിക്കുകയും അവസാനം അത് ബോംബെയിൽ അയക്കുകയും ആരും ഒരു ഉത്തരം പറയാതിരിക്കുകയും ചെയ്താൽ കോടിക്കണക്കിന് രൂപ മുടക്കി എടുക്കുന്ന നിർമ്മാതാവുണ്ട്, സംവിധായകനുണ്ട്, കലാകാരൻ. പ്രത്യേകിച്ച് ഇത് സുരേഷ് ഗോപിയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. BJPയുടെ മുഖമായിട്ടുള്ള സുരേഷ് ഗോപിയാണ് അഭിനയിച്ചിരിക്കുന്നത്, മന്ത്രിയും കൂടെയാണ്. അപ്പോൾ ആരഭിനയിച്ചു എന്നുള്ളതൊരു വിഷയമല്ല. വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുക, ആവശ്യമുള്ളതിന് പിടിക്കാതിരിക്കുക, ആവശ്യമില്ലാത്തതിനെ പിടിക്കുക, ഇങ്ങനെ വല്ലാത്തൊരു രൂപത്തിലേക്കുള്ള ഒരു സ്ഥലജല ഭ്രമം ബാധിച്ച രീതിയിലാണ് നമ്മൾ സെൻസർ ബോർഡ് പോകുന്നത്. ആരാണ് നിങ്ങൾക്ക് ഈ ബുദ്ധിയൊക്കെ ഉപദേശിച്ചു തരുന്നത്? എന്ത് തന്നെയായിരുന്നാലും ജാനകി എന്ന പേരുള്ളത് കൊണ്ട് ആ കഥാപാത്രത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയാം, ഇന്ന പാർട്ട് കട്ട് ചെയ്യണം, അത് അധിക്ഷേപിക്കുന്ന ഭാഗമാണ്, അത് സീതാദേവിയുടെ ഒരു അപരനാമം അല്ലെങ്കിൽ ഒരു പര്യായ പദമായി വരുന്നു, അതുകൊണ്ട് അത് വേണ്ടാന്നൊക്കെ പറയാം. പക്ഷേ അതൊന്നുമല്ല വിഷയം. സിനിമയിൽ ഏത് ഭാഗം കട്ട് ചെയ്യണമെന്നല്ല, പേര് തന്നെ ഒരു പ്രതിസന്ധിയായി പറയുന്നത് ഒരു ഒന്നൊന്നര തീരുമാനമാണ്. അത് വല്ലാത്തൊരു തീരുമാനമാണ്. ഒരു കാരണവശാലും സെൻസർ ബോർഡ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. അതിൽ നിന്ന് പിന്നോട്ട് പോകണം. അടിയന്തരമായിട്ട് ആ സിനിമയ്ക്ക് അനുവാദം കൊടുക്കണം. അതുപോലെ തന്നെ ഇത്തരം സിനിമകൾ ഇനി വരുമ്പോൾ, ഭാവിയിൽ വരുമ്പോൾ ഒരു പ്രോട്ടോകോൾ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി ഒരു ഉത്തരവ് പോലെ സെൻസർ ബോർഡ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം പോലെ എല്ലാവർക്കും കൊടുക്കാം, ഒരു ടെംപ്ലേറ്റ് കൊടുക്കാം. ഇന്ന കാര്യങ്ങൾ പാടില്ല, അല്ലെങ്കിൽ ഇന്ന പേരുകൾ പാടില്ല. ഇപ്പോൾ അഡൻസോളി പോലുള്ള പല കാര്യങ്ങളും പാടില്ല എന്ന് പറയുമായിരിക്കും. പക്ഷേ ഇതും കൂടി പറയണം, ആരുടെയൊക്കെ പേര് വെച്ചുകൊണ്ട് സിനിമ ഇറക്കാം. അങ്ങനെ ഇറക്കുകയാണെങ്കിൽ എന്താണ് ഇരിക്കണം കണ്ടന്റ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടി ഒരു ചർച്ചയിലൂടെ കൊണ്ടുവരണം. എന്തായാലും ഈ സിനിമയെ കൃത്യമായി വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അനുവാദം കൊടുത്തുകൊണ്ട് പ്രേക്ഷകർക്ക് കാണാനുള്ള അവകാശവും അതുപോലെ തന്നെ അഭിനേതാക്കളുടെ അഭിനയിക്കാനുള്ള അവകാശവും സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും പണം മുടക്കിയവരുടെയും എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വളരെ അടിയന്തരമായി വളരെ പെട്ടെന്ന് തന്നെ തിയേറ്ററുകളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.